മാർച്ച് 17-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് യമനിലെ ഹൂത്തീസിനെ US അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അറ്റാക്ക് ആയിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ വിഷയം, എന്താണ് ഹൂത്തീസിനെ അറ്റാക്ക് ചെയ്യാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ US എയർ സ്ട്രൈക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൂത്തീസ് റിബൽസിലേക്ക്. യമനിലുള്ള റിബൽസ് ആണ് ഹൂത്തീസ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ്. അപ്പോൾ അവർക്കെതിരെയാണ് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട അതായത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രസിഡൻസി അധികാരത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട അറ്റാക്കാണ് ഈ ഒരു ഹൂത്തീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ന് ഓർത്ത് വെക്കാം. കാരണം ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ റെഡ് സീ മേഖലയിൽ ഹൂത്തീസ് അവിടെയുള്ള കൊമേഴ്ഷ്യൽ ഷിപ്പുകളെയും മറ്റുമൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ഇന്റർനാഷണൽ ട്രേഡിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ഹൂത്തീസിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ യമൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഹൂത്തീസ് എന്ന് പറഞ്ഞു. യമൻ എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയിലുള്ള കൺട്രിയാണ്. നമുക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് യമൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാം ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് നമുക്ക് റെഡ് സീയിലേക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് റെഡ് സീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് സൗത്ത് അറേബ്യ കാണാൻ പറ്റും, സൗദി അറേബ്യ കാണാൻ പറ്റും, ഒമാൻ ഒരു അതിർത്തിയിലുണ്ട്, റെഡ് സീ ഒരു ഏരിയയിലുണ്ട്, അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഉണ്ട്. മാരിടൈം ബോർഡേഴ്സ് ആയിട്ട് എറിത്രിയ, ജിബൂട്ടി, അതുപോലെ തന്നെ സൊമാലിയ, അതായത് ഹോൺ ഓഫ് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് മാരിടൈം ബോർഡർ ഫോം ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടുത്തെയുള്ള ഈ ഒരു റെഡ് സീയിലേക്കുള്ള എൻട്രി പോയിന്റിനെയാണ് നമ്മൾ ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നത്. ഗൾഫ് ഓഫ് ഗ്രീഫ് ഓർ ദ ഗൾഫ് ഓഫ് ടിയേഴ്സ് എന്നൊക്കെ വിളിക്കാറുള്ളത് ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റിനാണെന്ന് ഓർത്തു വെക്കുക. ഇത് യമൻ, ജിബൗട്ടി, എറിത്രിയ എന്നിവയ്ക്കിടയിലുള്ള ഒരു ചെറിയ കടലിടുക്ക് പ്രദേശമാണ്. അപ്പോൾ യമന്റെ ക്യാപിറ്റലും ലാർജസ്റ്റ് സിറ്റിയാണ് സന എന്ന് വിളിക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ യമനി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സനയാണ് രാജ്യത്തിന്റെ ക്യാപിറ്റൽ എങ്കിൽ പോലും നിലവിൽ യമനി ഗവൺമെന്റ് ആദൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സന പ്രദേശവും മറ്റുമൊക്കെ ഹൂത്തി ഒക്യുപ്പൈഡ് ചെയ്തതിനു ശേഷം. അപ്പോൾ ഈ ഓൾഡ് സിറ്റി ഓഫ് സന എന്ന് പറയുന്നത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ നമുക്കിവിടെ റെഡ് സീ കാണാൻ വേണ്ടി, റെഡ് സീ വളരെ പ്രധാനപ്പെട്ട ഒരു സീ ആണ്. റെഡ് സീ കാണാൻ വേണ്ടിയിട്ടും ഈ റെഡ് സീയുടെ ഒരു സൈഡിൽ യമൻ കാണാൻ വേണ്ടിയിട്ടും ഈ റെഡ് സീ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ ഒരു ഏരിയ ആണ് നമ്മൾ ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു എൻട്രി പോയിന്റ് ആണ് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് റെഡ് സീയിലേക്ക്. റെഡ് സീന്റെ സൈഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എറിത്രിയ ബോർഡർ കാണാൻ വേണ്ടി, യമന് ബോർഡർ ഉണ്ട്, സൗദി അറേബ്യക്ക് ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ സുഡാൻ, ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള ഇവിടെയാണ് നമുക്ക് സൂയസ് കനാൽ കാണാൻ വേണ്ടി വരിക. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനും അതുപോലെ തന്നെ ആഫ്രിക്കയ്ക്കും ഏഷ്യക്കും ഇടയിലായിട്ടുള്ള ഒരു ഇൻലെറ്റ് പോയിന്റ് ആണ് റെഡ് സീ എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സലൈൻ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഉപ്പുള്ള ബോഡികളിൽ ഒന്നാണ് എന്ന് കൂടി ഓർക്കുക. ബോർഡറിംഗ് കൺട്രീസ് ഈജിപ്ത് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, യമൻ, സുഡാൻ, എറിത്രിയ, ജിബൗട്ടി എന്നാണ് കൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ഇതിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ്. അതിന് മുന്നേയുള്ള ഈ ഒരു പ്രദേശത്തെയാണ് ഗൾഫ് ഓഫ് ഏദൻ എന്ന് വിളിക്കുന്നത്. ഗൾഫ് ഓഫ് ഏദൻ എന്ന് വിളിക്കുന്നത് ഈ ഒരു പ്രദേശത്തെയാണ്. അവിടെ നിന്ന് ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റെഡ് സീ വരുന്നതെന്ന് കൂടി ഓർത്തു വെക്കുന്നത്. അപ്പോൾ ഇതിന്റെ നോർത്ത് സൈഡിൽ സിനായ് പെനിൻസുല ഉണ്ട്, അതുപോലെ തന്നെ ഗൾഫ് ഓഫ് അക്കാബ ഉണ്ട്, അതുപോലെ തന്നെ ഗൾഫ് ഓഫ് സൂയസ് ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശത്തെയാണ് ഗൾഫ് ഓഫ് അക്കാബ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഗൾഫ് ഓഫ് അക്കാബ, ഇതാണ് ഗൾഫ് ഓഫ് സൂയസ് എന്ന് വിളിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അതുപോലെ സിനായ് പെനിൻസുലയും ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇത് ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗൾഫ് ഓഫ് ഏദൻ കാണാൻ വേണ്ടി പറ്റും, ബാബ് അൽ മന്ദബ് സ്ട്രെയിറ്റ് കാണാൻ പറ്റും, റെഡ് സീ കാണാൻ വേണ്ടി പറ്റും, ഗൾഫ് ഓഫ് അക്കാബ കാണാൻ പറ്റും, ഗൾഫ് ഓഫ് സൂയസ് കാണാൻ പറ്റും. ഈ ഒരു പോർഷനെയാണ് സിനായ് പെനിൻസുല എന്ന് വിളിക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക. ഈജിപ്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രദേശമാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐലൻഡുകളുണ്ട്. ഫ്രാസൻ ഐലൻഡ്, ഹാനിഷ് ഐലൻഡ്, അതുപോലെ ദഹ്ലാഗ് ആർക്കിപ്പലാഗോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഐലൻഡ് ഗ്രൂപ്പുകളും ഈ ഒരു റെഡ് സീയിലുണ്ട് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ റെഡ് സീ അതിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ഹൂത്തീസിന്റെ അറ്റാക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ റെഡ് സീ വീണ്ടും വീണ്ടും വാർത്തകളിൽ വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർത്തു വെക്കാം. അടുത്തത് ഈ ഒരു ലോങ് ബിൽഡ് ആയിട്ടുള്ള വൾച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ലോങ് ബിൽഡ് വൾച്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ലോങ് ബിൽഡ് വൾച്ചേഴ്സിനെ ഓൾഡ് വേൾഡ് വൾച്ചർ എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. ഏഷ്യൻ റീജിയനിൽ നാറ്റീവ് ആയിട്ടുള്ള വൾച്ചേഴ്സ് ആണെന്ന് ഓർത്തു വെക്കുന്നത്. ഇതിനെ തന്നെയാണ് ഇന്ത്യൻ ലോങ് ബിൽഡ് വോൾച്ചേഴ്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇവയുടെ ബീക്ക്, അതുപോലെ തന്നെ കൊക്കും നെക്കും ഒക്കെ വളരെയധികം നീളമുള്ളത് കൊണ്ടാണ് ഇതിനെ ലോങ് ബിൽഡ് വോൾച്ചർ എന്ന രീതിയിൽ വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസ് ആയതുപോലെ ബൾക്കി ആയിട്ടുള്ള സ്കാവെഞ്ചർ ഫീഡിംഗ് ആണ്, അതായത് മറ്റു ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ്
പ്രത്യേകിച്ച് മൃതദേഹങ്ങളും മറ്റും കാർക്കാസസ് ഒക്കെയാണ് ഡെഡ് അനിമൽസിൻ്റെത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മെയിൽസിനെയും ഫീമെയിൽസിനെയും സൈസ് നോക്കി കഴിഞ്ഞാൽ ഫീമെയിൽസ് സ്മോളർ ആണ് കമ്പയർഡ് ടു മെയിൽസ് എന്ന് ഓർത്ത് വെക്കാം. ഇത് പ്രധാനമായിട്ടും സാവന്ന പ്രദേശത്താണ് കാണുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ വില്ലേജസ്, സിറ്റീസ്, കൾട്ടിവേറ്റഡ് ഏരിയാസ് പ്രദേശത്തൊക്കെ ഈ ഒരു ലോങ് ബിൽഡ് വൾച്ചേഴ്സിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി വരും. IUCNയുടെ റെഡ് ലിസ്റ്റ് പ്രകാരം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലുള്ള ഒരു പക്ഷിയാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1 ആണ്. സൈറ്റ്സ് പ്രകാരം അപ്പൻഡിക്സ് 2 പെട്ടതാണെന്ന് ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ വൾച്ചേഴ്സ് പോപ്പുലേഷൻ ഡിക്രീസ് ഏകദേശം 97 to 99% പോപ്പുലേഷൻ ഡിക്രീസ് ഉണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു മൃഗങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വെറ്റിനറി ഡ്രഗ്, അതായത് ഡൈക്ലോഫിനാക്ക് എന്നൊക്കെ പറയുന്ന ഡ്രഗുകളുണ്ട്. ഇത് ആ ഒരു ജീവി മരിച്ചതിന് ശേഷം അതിന്റെ ഡെഡ് ബോഡീസും മറ്റുമൊക്കെ ഈ ഒരു ബിൽഡ് വോൾച്ചേഴ്സ് ഈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവയുടെ ശരീരത്തിലേക്ക് ആന്റിബയോട്ടിക് വരികയും ഇവ മരണപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഡ്രഗ്, ഈ ഡൈക്ലോഫിനാക്ക് എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ പശുക്കളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് വോൾച്ചേഴ്സിന് വളരെ ടോക്സിക് ആണ്. അപ്പോൾ ഇത് അനിമൽസിൽ ഉപയോഗിക്കുന്നത് കാരണം പ്രത്യേകിച്ച് അവരുടെ ജോയിന്റ് പെയിനും മറ്റുമൊക്കെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ ഇത് തങ്ങി നിൽക്കുകയും ഇത് വോൾച്ചേഴ്സിന്റെ ശരീരത്തിൽ എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വോൾച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സാങ്ച്വറിയാണ് രാമദേവ രാബെട്ട വൾച്ചർ സാങ്ച്വറി എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത് കർണാടകയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. രാമദേവ രാബെട്ട വൾച്ചർ സാങ്ച്വറി 2012 ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 വൾച്ചർ സ്പീഷീസ് ആണ് ഇന്ത്യയിൽ ഫൗണ്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അതിൽ 3 സ്പീഷീസ് ആണ് ലോങ് ബിൽഡ്, ഈജിപ്ഷ്യൻ, അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഡ്. ഇത് മൂന്നും ഈ ഒരു രാമദേവരാബെട്ട ഈ ഒരു വൾച്ചർ സാങ്ച്വറിയിൽ കാണുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേര് രാമദേവര എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ പേര് രാമദേവരാബെട്ട എന്ന പേര് സാങ്ച്വറിക്ക് വന്നിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ പുതിയൊരു എയർപോർട്ട് ബിൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ജേവാർ എയർപോർട്ടിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുണ്ട്. UPSC ഏതൊക്കെയാണ് ഗ്രീൻഫീൽഡ് അതുപോലെ ബ്രൗൺ ഫീൽഡ് എയർപോർട്ടുകൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് ആയിട്ടുള്ള ജേവാർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പൊ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെയാണ് ജേവാർ എയർപോർട്ട് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതൊരു ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ്, ഉത്തർപ്രദേശിലാണ് ഉണ്ടാക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ലോകത്തിലെ തന്നെ 4th ലാർജസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണെന്ന് ഓർത്ത് വെക്കുക. ഉത്തർപ്രദേശിലെ 5ാമത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് ആയിട്ടാണ് ഈ ഒരു ജേവാർ എയർപോർട്ട് രൂപീകരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോയിഡ നാഷണൽ ക്യാപിറ്റൽ റീജിയന്റെ പ്രദേശത്താണ് വരിക. അവിടെയുള്ള സെക്കൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഒന്ന് ഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ നോയിഡ എയർപോർട്ട് എന്ന് പറയുന്നത് സൂറിച്ച് എയർപോർട്ടിന്റെ മോഡലായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇത് യമുന എക്സ്പ്രസ് വേയുടെ വളരെ അടുത്താണ്, ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേയുടെ അടുത്താണ്, മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയുടെ അടുത്താണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ജേവാർ എയർപോർട്ട് ഏതാണ്? അതൊരു ഗ്രീൻഫീൽഡ് പുതിയതായിട്ട് രൂപീകരിക്കുന്ന എയർപോർട്ട് ആണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത വെച്ചാൽ ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോലുള്ള ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് സെക്കൻഡറി കെയർ അതുപോലെ തന്നെ ടെറിഷറി കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചികിത്സകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രൈമറി കെയർ ആണ് പ്രധാനമായിട്ടും, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ കിട്ടാത്തതാണ് പലപ്പോഴും ആൾക്കാരുടെ ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട്. നമുക്കൊരു പനി വന്നു, അത് ഇൻഷുറൻസിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ ഫീസ് കൊടുക്കണം, മരുന്നുകൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈമറി കെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോലുള്ള സ്കീമുകൾ ടെറിഷറി കെയറിനാണ്, ഹോസ്പിറ്റലൈസേഷൻ, സർജറീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ചികിത്സകൾക്കാണ് കൊടുക്കുന്നത്. ഫണ്ടമെന്റൽ പ്രൈമറി ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ഫോക്കസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിലവിൽ മുന്നെയൊക്കെ പ്രിവെന്റീവ് കെയേഴ്സിന്റെ മേലെ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുക, അതായത് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാറുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മോഡലിലേക്ക് മാറിയതോടുകൂടി, അതായത് ഇൻഷുറൻസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്ന് തുടങ്ങിയതോടുകൂടി ഈ ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി കെയർ ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളിൽ നിന്ന് ഗവൺമെന്റ് പിറകോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഇത് വലിയ ലോങ് ടേം കോസ്റ്റിന് കാരണമാകുന്നു എന്നാണ്. പ്രത്യേകിച്ചും പ്രൈവറ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റ് ഡ്രിവൺ ആയിട്ട് കിടക്കുകയാണ്. അതായത് പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വീക്ക് ആവുകയും മിക്കവാറും ആൾക്കാർ ചികിത്സയ്ക്ക് വേണ്ടി പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഇതിന്റെ അൾട്ടിമേറ്റ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിചാരിക്കാത്ത രീതിയിൽ പൈസ പോകും. ഇതിനെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. വിചാരിക്കാത്ത രീതിയിൽ കൈവന്ന് പൈസ പോകുന്നതാണ്. അപ്പൊ ഈ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇതിൽ നിന്നും ബെനിഫിറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ്, അവരെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്.
ബോർ കമ്മിറ്റിയുടെ വിഷൻ പ്രകാരം പ്രൈമറി ഹെൽത്ത് കെയർ വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നാണ് ആ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയിൽ സെക്കൻഡറി ടെറിഷ്യറി കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന രീതിയിലാണ് ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു ഹെൽത്ത് കെയർ സെക്ടറുമായി ബന്ധപ്പെട്ട ബഡ്ജറ്ററി അലോക്കേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഹെൽത്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ എക്സ്പാൻഷനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് കൂടുതൽ ഫണ്ടുകൾ ബജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹെൽത്ത് മെഷീൻ പോലുള്ള പദ്ധതികൾ പ്രത്യേകിച്ചും ഗ്രാസ് റൂട്ട് ലെവലിൽ ഹെൽത്ത് കെയർ ഉറപ്പുവരുത്തുക, പ്രൈമറി ഹെൽത്ത് കെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമെങ്കിലും അതിനുള്ള അലോക്കേറ്റ് ചെയ്ത ഫണ്ടുകളൊക്കെ കുറഞ്ഞു വരികയാണ്. ഇത് പ്രൈവറ്റൈസേഷനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടായിട്ട് മാറുന്നു എന്നാണ് ഓദർ കാണിക്കുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോലുള്ള പദ്ധതികൾക്ക് കൂടുതൽ ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നത് ഇൻഷുറൻസ് ഗവൺമെന്റ് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീമുകൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ബാക്കി ഹെൽത്ത് കെയർ സെക്ടറുമായി ബന്ധപ്പെട്ട ബാക്കി ഗവൺമെന്റിന് റോളുകളൊന്നും ഇല്ല എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്ത ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഇൻഷുറൻസ് സെക്ടറിൽ FDIയുടെ ക്യാപ്പ് ഉയർത്തിയതും കൂടുതൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇൻഷുറൻസ് സെക്ടറിലേക്ക് വരിക, അവർ നന്നായിട്ട് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് അൾട്ടിമേറ്റ്ലി വൾണറബിൾ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പോപ്പുലേഷനെയാണ് ബാധിക്കുക എന്നും ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ലാർജ് ആയിട്ടുള്ള ഇൻഫോർമൽ വർക്ക് ഫോഴ്സിന് ഈ ഒരു ഇൻഷുറൻസോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹെൽത്ത് കവറേജ് കിട്ടുന്നില്ല. അത് അവരെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസ് ലിറ്ററസി വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും മിഡിൽ മാൻ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റുമാർ പലപ്പോഴും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മെഡിക്കൽ കോസ്റ്റുകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ്. അതിന് ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. കൃത്യമായിട്ടുള്ള സെൻസസ് ഡാറ്റ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കൃത്യമായിട്ടുള്ള പോപ്പുലേഷൻ ഡാറ്റ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അലോക്കേഷൻ നടത്തണം, കൃത്യമായിട്ടുള്ള ഫണ്ടിങ് നടത്തണം, കൃത്യമായിട്ടുള്ള പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ നടത്തണം. ഡാറ്റ കളക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള പീരീഡിലെ സെൻസസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനും ബെനിഫിറ്റ്സ് കിട്ടുന്നതിനെ കുറിച്ച് വളരെ അൺസർട്ടനിറ്റി ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. നമ്മൾ ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഡെവലപ്ഡ് കൺട്രീസും അവർ ഇൻകം ടാക്സ് റേറ്റ് വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് 40% അല്ലെങ്കിൽ 45% ഒക്കെയാണ് ഇൻകം ടാക്സ് റേറ്റ് എങ്കിൽ പോലും അവർ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ മേഖലയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് നൽകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഈ US-ന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഇൻഷുറൻസിന്റെ മേലെ വലിയ ഡിപ്പെൻഡൻസ് കൊടുത്തത് അത് ഹൈ കോസ്റ്റും ഇനീക്വാലിറ്റിയും വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യക്ക് തായ്ലൻഡ്, കോസ്റ്റാറിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ മോഡലുകൾ പ്രത്യേകിച്ചും അവർ ടാക്സ് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ കവറേജ് നൽകുന്നു, അതായത് പബ്ലിക് ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ വഴി എന്നുള്ളതാണ്. അപ്പോൾ പ്രിവെന്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കെയറിലേക്ക് ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പ്രൈമറി കെയറിന് ഇൻഷുറൻസ് അല്ലെങ്കിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്താണ് വേണ്ടത്. അപ്പോൾ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ബെനിഫിറ്റ് പാക്കേജുകൾ ഉണ്ടാക്കുക, കോസ്റ്റ് കൺട്രോൾ മെക്കാനിസംസ് ഉണ്ടാക്കുക, അത്തരത്തിൽ ഗവൺമെന്റിന് ഈ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഹെൽത്ത് കെയർ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തൊരു വാർത്ത, ക്യാൻസറിനെ നോട്ടിഫൈബിൾ ഡിസീസ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് അതിനെ ഡിനൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ നോട്ടിഫൈബിൾ ഡിസീസ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോട്ടിഫൈബിൾ ഡിസീസ്, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന കാണാൻ പറ്റും. ഇതിനെ ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആക്കി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. ക്യാൻസർ നോൺ കമ്മ്യൂണിക്കബിൾ ആയതുകൊണ്ട് അത് ഉൾപ്പെടുത്തേണ്ട എന്നാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്. പക്ഷെ അതേ സമയത്ത് സ്നേക്ക് ബൈറ്റിനെ, അതായത് പാമ്പ് കടീനെ നോട്ടിഫയബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് പാമ്പ് കടി ഉണ്ടായി കഴിഞ്ഞാൽ നോട്ടിഫയബിൾ ഡിസീസ് ആണ്, അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ സ്നേക്ക് ബൈറ്റ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നതല്ല, പക്ഷെ അതിനെ നോട്ടിഫയബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാൻസറിനെയും ആക്കിക്കൂടെ എന്നാണ് ആവശ്യക്കാർ പറയുന്നതും കൂടി ഓർത്തിക്കുന്നത്. ഇപ്പൊ US ഗവൺമെന്റ് ഒക്കെ ലെഡ് പോയിസണിങ്ങിനെ ഉൾപ്പെടെ ഈ ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ എന്താ ഈ നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള രോഗങ്ങളെയാണ് നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്, ആശുപത്രികളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു രോഗത്തെ നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വേണമെങ്കിൽ ഏതെങ്കിലും രോഗത്തെ നോട്ടിഫൈ ചെയ്യണമെന്ന് റെക്കമെൻഡ്
ചെയ്യാൻ വേണ്ടി പറ്റും. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ഡെങ്കു തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെയൊക്കെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇത്തരത്തിൽ നോട്ടിഫൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള രോഗമുള്ള ആൾക്കാരെ കൃത്യമായിട്ട് സർവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും, കൃത്യമായിട്ട് കേസുകളെ ട്രാക്ക് ചെയ്യാനും മരണങ്ങളെയൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഏർലി ഔട്ട്ബ്രേക്കുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്പ്രെഡിങ് ചെയ്യുന്ന ഡിസീസ് ആണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ആകുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ നടത്താൻ വേണ്ടിയിട്ടും ആർക്കൊക്കെയാണോ രോഗം റിപ്പോർട്ട് ചെയ്തത് അവർക്ക് കൃത്യമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ നൽകുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് ലോകരാജ്യങ്ങളുമായിട്ടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായിട്ടൊക്കെ കൊലാബറേറ്റ് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള ഡാറ്റ ഷെയറിംഗ് മെക്കാനിസംസ് വഴി കൃത്യമായിട്ട് ഡിസീസ് മോണിറ്ററിങ്ങിനൊക്കെ പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ മാൻഡേറ്ററി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം, ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും നിർബന്ധമായും ഇത്തരം രോഗങ്ങൾ നോട്ടിഫൈഡ് ഡിസീസ് ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് വന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഇൻ കേസ് റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവും സ്റ്റേറ്റ് ലോ പ്രകാരം. അതേപോലെ തന്നെ ഈ ഒരു ഡിസീസ് പ്രിവലൻസുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡാറ്റ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് ഹെൽത്ത് പ്ലാനിങ് അതുപോലെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി അതിന്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അത് എയർടെലുമായിട്ടൊക്കെ എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റാർലിങ്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഭാരതി എയർടെലും റിലയൻസ് ജിയോ ഒക്കെ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്കുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെലികോം കമ്പനികൾ ഈ ഒരു പ്രൈമറിൽ നിലവിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നിന്നൊക്കെ മാറിയിട്ട് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന ഐഡിയയിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ഷിഫ്റ്റിനെ കാണിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് പോലുള്ള ഒരു ഏജൻസിക്ക് വരുന്നതിന് ഒരുപാട് റെഗുലേറ്ററി ചാലഞ്ചസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ഓതറൈസേഷനും ക്ലിയറൻസും എടുക്കുക എന്നുള്ളത് തന്നെ ചാലഞ്ചിങ് ആണ് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താ ഈ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞാൽ? സ്റ്റാർലിങ്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഓർബിറ്റ് സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റിൽ പ്ലേസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ആയിരക്കണക്കിന് സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇവയിൽ നിന്നും ഇന്റർനെറ്റ് ആക്സസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഗ്രൗണ്ട് ടെർമിനൽസ് ആവശ്യമാണെന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മുടെ പണ്ടത്തെ ഡിഷ് ടി വി പോലെയുള്ള ഒരു അറേഞ്ച്മെന്റ് ഒക്കെ വേണം. അപ്പോൾ ഇത് ഏകദേശം ഗ്ലോബൽ കവറേജ് നൽകാൻ വേണ്ടി പറ്റും, 100 Mbps സ്പീഡ് നൽകാൻ വേണ്ടി പറ്റും. ലാറ്റൻസി എന്ന് പറയുന്നത് വയേർഡ് ബ്രോഡ്ബാൻഡിനെക്കാട്ടും കുറച്ച് കൂടുതലായിരിക്കും, കുറച്ചൊരു സ്ലോ ആയിരിക്കും എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത് സാറ്റലൈറ്റുകൾക്ക് ഗ്രൗണ്ട് സ്റ്റേഷൻസുമായിട്ട് കലക്ട് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റുകൾ വഴി ഉണ്ടാവും. ഈ സാറ്റലൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഡാറ്റ കൈമാറുന്നതായിട്ടുള്ളത്. റൂറൽ ഏരിയാസിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം സാറ്റലൈറ്റ്സ് ആകാശത്താണുള്ളത്, അത് എല്ലാ ഏരിയയും കവർ ചെയ്യും. അപ്പോൾ റൂറൽ ഏരിയയിൽ ഉൾപ്പെടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തത്, സിറിയയിൽ അധികാര കൈമാറ്റം ഉണ്ടായി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇന്ററിം ഗവൺമെന്റിന് അവിടുത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വരുന്നത്. അസാദ് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം വന്നിട്ടുള്ള അഹമ്മദ് അൽ ഷറയുടെ ഗവൺമെന്റിന് കൃത്യമായിട്ട് സിറിയയുടെ ആ ഒരു ഭരണം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങളിൽ ഈ ഒരു പ്ലേസസ് ഇൻ ന്യൂസ് ഓർത്ത് വെക്കുക. ലത്താക്കിയ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസാദ് റോയലിസ്റ്റുകളും അതുപോലെ തന്നെ സെക്ടേറിയൻ വയലൻസുകളും മറ്റുമൊക്കെ ആയിട്ട് വയലൻസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോജവ റീജിയനിലും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഗോളൻ ഹൈറ്റിൽ ഇസ്രയേൽ അവരുടെ മിലിറ്ററി ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പ്രദേശങ്ങൾ ഓർത്ത് വെക്കുക. ലത്താക്കിയ റീജിയൻ, റോജവ, ഗോളൻ ഹൈറ്റ്സ് ഇതെല്ലാം സിറിയയിലാണ്. ലത്താക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയയിലെ ഒരു പ്രിൻസിപ്പൽ പോർട്ടാണ്. മെഡിറ്ററേനിയൻ കോസ്റ്റിൽ മെഡിറ്ററേനിയൻ സീ ആണ് ഒരു സൈഡിലുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് റോജാവ എന്ന് പറയുന്നതായിട്ടുള്ളത് ഇവിടുത്തെ ഡെമോക്രാറ്റിക് ഓട്ടോണമസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് ആൻഡ് ഈസ്റ്റ് സിറിയനെയാണ് റോജാവ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് തുർക്കിക്ക് സൈഡിലായിട്ടുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ ഇറാഖിനും തുർക്കിക്കും ഇടയിലായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇത് റോജാവ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് ഗോളൻ ഹൈറ്റ്സ് ആണ്. ഗോളൻ ഹൈറ്റ്സിനെ സിംപ്ലി ഗോളൻ എന്ന് വിളിക്കാറുണ്ട്. ഇത് സിറിയയിലുള്ള ഒരു ബാൾട്ടിക് പ്ലാറ്റ്യൂ പ്രദേശമാണ്. അപ്പോൾ ഈ ഗോളൻ ഹൈറ്റ്സ് നമുക്ക് ഇവിടെയാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ യാർമുക്ക് എന്ന റിവർ ഇതിന്റെ സൈഡിലുണ്ട്. അതുപോലെ തന്നെ സീ ഓഫ് ഗലീലി, അതുപോലെ തന്നെ ഹുല വാലി തുടങ്ങിയിട്ടുള്ള ചുറ്റുണ്ട്. ഒരു സൈഡിൽ മൗണ്ട് ഹെർമൺ ഉണ്ട്, മറ്റൊന്ന് വാദി റക്കാദ് ആണുള്ളത്. ഈ ഒരു പ്രദേശത്തിന്റെ മൂന്നിൽ 2 ഭാഗവും ഇന്ന് ഇസ്രായേലിന്റെ കയ്യിലാണെന്ന് ഓർക്കുക. 1967 6 ഡേ വാറിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ ഗോളൻ ഹൈറ്റ്സിന്റെ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ കൈകളിൽ പോയിട്ടുള്ളത്. 1981 ഇവരിത് കൈവശപ്പെടുത്തുകയും പിന്നീട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിനെ റിജക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രദേശത്തെ ഇന്നും സിറിയയുടെ പ്രദേശമായിട്ട് തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കാണുന്നത് ഗോളൻ ഹൈറ്റ്സിനെ ഇസ്രായേലി ഒക്യുപ്പേഷൻ അവിടെ ഉണ്ടെങ്കിലും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്.
അടുത്തത് ഇന്ത്യയുടെ ഇന്റലിജൻസ് സമ്മിറ്റുമായി ബന്ധപ്പെട്ടാണ്. വിവിധ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട ഒരു സമ്മിറ്റ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കൗണ്ടർ ടെററിസം ആൻഡ് ഇന്റലിജൻസ് ഷെയറിംഗ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യ ഗ്ലോബൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ചീഫുകളുടെ മീറ്റിംഗ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റലിജൻസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഗ്ലോബൽ സെക്യൂരിറ്റി ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യുക, ടെററിസം പോലുള്ള പ്രവൃത്തികളെ, അല്ലെങ്കിൽ ഇൻഡോ പസഫിക് മേഖലയിലുള്ള കോപ്പറേഷൻ, അതുപോലെ ട്രാൻസ്നാഷണൽ ക്രൈംസ്, അതുപോലെ ഇന്റലിജൻസ് ഷെയറിംഗ് മെക്കാനിസംസിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ളത്. ഏകദേശം 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള USA, കാനഡ, ഓസ്ട്രേലിയ, റഷ്യ ഉൾപ്പെടെ 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ഒരു ഇന്റലിജൻസ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. 5 Eyes എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് അലയൻസ് ഉണ്ട്. 5 രാജ്യങ്ങളുടേതാണ്. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, US ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ USഉം കാനഡയും നോർത്ത് അമേരിക്കയാണ്, ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും അടുത്താണ്, പിന്നെ യുണൈറ്റഡ് കിങ്ഡം ആണ്. ഈ 5 രാജ്യങ്ങളുടെ ഗ്രൂപ്പിങ്ങിനെയാണ് 5 Eyes ഇന്റലിജൻസ് അലയൻസ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ ഹെഡ്സ്, ചീഫുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കനേഡിയൻ സ്പൈ ഏജൻസിയുടെ ആൾക്കാരും ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഒരു സാധ്യത ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള റോയും നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഈവന്റ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് നാഷണൽ ലാംഗ്വേജ് പോളിസിയുമായി ബന്ധപ്പെട്ട് മദർ ടങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി മുന്നേ ജഡ്ജ്മെന്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് അനാലിസിസ് ആണിത്. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ലാംഗ്വേജ് ഫോമിൽ പറയുന്നുണ്ട്. പലതരത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാടുവിൽ നിന്ന് ഹിന്ദി ഇമ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഇത് തമിഴ്നാടുവിന്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രസിനെ ഹാം ചെയ്യും എന്ന രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കുക. അപ്പൊ ഇന്ത്യയിൽ ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം ഉണ്ട് എന്ന് സുപ്രീം കോടതി 2014 UP ഹിന്ദി സാഹിത്യ സമ്മേളൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷകളെയും ഒരുപോലെ പരിഗണിക്കുക, എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തുള്ള വ്യത്യസ്ത ഭാഷകളെ സംരക്ഷിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ ലാംഗ്വേജ് ലോസ് എന്ന് പറയുന്നത് അത് ഓർഗാനിക് ആണ്, അതുപോലെ തന്നെ അക്കൗണ്ടന്റ് നേച്ചർ ഉള്ളതാണ്. ആ ഒരു സിസ്റ്റത്തിലൂടെ തന്നെ കടന്നു പോകുന്നതാണ് രാജ്യത്തിന് നല്ലത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ത്യയിലെ ഹിന്ദിയുടെ സ്റ്റാറ്റസിനെ കുറിച്ച് കൃത്യമായിട്ട് ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല എന്ന് ഓർത്ത്. ദേശീയ ഭാഷ എന്ന് പറഞ്ഞിട്ടൊരു ഭാഷയില്ല. ഇന്ത്യക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അതായത് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ലാംഗ്വേജ് ആണ്. അപ്പൊ അത് ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട് എന്ന് ഓർത്ത്. ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദി ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ളത് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, നാഷണൽ ലാംഗ്വേജ് അല്ല എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇന്ത്യയിലെ ഭൂരിഭാഗം ആൾക്കാരും ഹിന്ദി സംസാരിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ റീജിയണൽ ലാംഗ്വേജിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് എന്തിനാണ് ഹിന്ദി എന്ന് പറയുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 351 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് നമ്മുടെ രാജ്യത്ത് ഹിന്ദിയെ സ്പ്രെഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. ഒരു യൂണിഫോം ലാംഗ്വേജിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പൊ അലഹാബാദ് ഹൈക്കോടതി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹിന്ദി ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും അധികാരമില്ല എന്നുള്ള രീതിയിൽ ഗവൺമെന്റിനോ മറ്റോ ഒന്നും അധികാരമില്ല എന്നും കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ആർട്ടിക്കിൾ 29 clause 1 പ്രകാരം എവറി സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഹാസ് എ റൈറ്റ് ടു പ്രൊട്ടക്ട് ദെയർ ഡിസ്റ്റിങ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നു. ഓരോ കമ്മ്യൂണിറ്റിക്കും ഇന്ത്യയിൽ അവരുടെ ലാംഗ്വേജും സ്ക്രിപ്റ്റും കൾച്ചറും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മെജോറിറ്റി കമ്മ്യൂണിറ്റിക്കായാലും മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കായാലും ഇത് അവകാശമുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെ സ്റ്റുഡൻസിന് അവരുടെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം, പ്രത്യേകിച്ചും പ്രൈമറി ലെവലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റിൽ ഒരിക്കലും ഇന്ന ഭാഷയിൽ തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കാം. അടുത്തത് ഇന്ത്യയും ന്യൂസിലൻഡും ട്രേഡ് ടോക്സുകൾ റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. കുറെ കാലങ്ങളായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ടോക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ ട്രേഡും മാർക്കറ്റ് ആക്സസും ഒക്കെ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നതായിട്ടുള്ളത്. നിലവിൽ $1 ബില്യൺ അടുത്ത് മാത്രമാണ് ട്രേഡ് ഉള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള പ്രശ്നം, അതായത് കുറെ കാലമായിട്ട് മുടങ്ങിക്കിടക്കുന്നു എന്ന് വെച്ചാൽ ന്യൂസിലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് ചെറിയ ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 2.3% ആണ് ആവറേജ്. അതേസമയത്ത് ഇന്ത്യ ന്യൂസിലൻഡിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് 17.8%
ഇമ്പോർട്ട് ഡ്യൂട്ടി ഈടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ന്യൂസിലൻഡ് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞത്. ന്യൂസിലൻഡിന് അവരുടെ പ്രധാനപ്പെട്ട ഡയറി പ്രൊഡക്റ്റുകളുണ്ട്, അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട്, പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് അതിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്, ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ വെച്ചിട്ട് എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യ ഈ പ്രത്യേകിച്ച് ന്യൂസിലൻഡിന്റെ ഡയറി, പാല്, മീറ്റ്, വൈന് തുടങ്ങിയിട്ടുള്ളവയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ പക്ഷേ ഇന്ത്യക്ക് ന്യൂസിലൻഡുമായിട്ട് ബന്ധം വേണം, കാരണം ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ, സ്കിൽഡ് ആയിട്ട് വർക്ക് ഫോഴ്സിനെ ന്യൂസിലൻഡിലേക്കും മറ്റുമൊക്കെ അയച്ചുകൊണ്ട് IT സെക്ടറിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകാൻ വേണ്ടി വരും. അതുവഴി നമ്മുടെ രാജ്യത്തിന് റെമിറ്റൻസ് കിട്ടും എന്ന് ഓർത്തുവെക്കുന്നതാണ്. അതേസമയത്ത് ഇന്ത്യയോട് ഓൾറെഡി താരിഫ് കുറക്കണം എന്ന് US ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രഷറിന്റെ ഇടയിൽ ഇന്ത്യ ചിലപ്പോൾ താരിഫ് കുറക്കാൻ സാധ്യതയുണ്ട്. ഇത് ന്യൂസിലൻഡുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, പ്രത്യേകിച്ചും സോളാർ പാനലുകളുടെ എഫിഷ്യൻസിനെ, ജനറേഷൻ കപ്പാസിറ്റിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ടല്ലേ, എയർ പൊല്യൂഷൻ കാരണം അന്തരീക്ഷത്തിലെ പൊടിപടങ്ങൾ കൂടണം, സോളാർ പാനലുകളുടെ മേലെ വരുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയും. അത് സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശത്തിന്റെ അളവ് കുറയുമ്പോൾ അത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ എയർ പൊല്യൂഷൻ അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ സോളാർ പാനലുകളുടെ എഫിഷ്യൻസിനെ കുറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പെർട്ടിക്കുലർ മാറ്റർ, സൺലൈറ്റ്, പെർട്ടിക്കുലർ മാറ്റർ ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ അത് സൂര്യപ്രകാശത്തെ ബ്ലോക്ക് ചെയ്യും, സോളാർ പവർ ജനറേഷൻ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതും സോളാർ പാനലുകളുടെ എഫിഷ്യൻസി കുറയുന്നതിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 840 ഗിഗാവാട്ട് അവേഴ്സ് ഇലക്ട്രിസിറ്റിയാണ് ഓരോ വർഷവും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട് കൊണ്ട് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി 1985 മുതൽ 2014 വരെയുള്ള സ്റ്റഡിയാണ്. അതിന്റെ ഭാഗമായിട്ട് 2041, 50 വരെ പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സോളാർ പാനൽസിന്റെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നാണ് സോളാർ റേഡിയേഷൻ, എത്രമാത്രം സോളാർ എനർജി പാനലിന്റെ മുകളിൽ വീഴുന്നു എന്നുള്ളത്. രണ്ടാമത്തത് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പാനലിന്റെ എഫിഷ്യൻസി കുറയും. പിന്നെ അവിടെയുള്ള കാറ്റിന്റെ സ്പീഡ് കൂടുന്ന സമയത്ത് എഫിഷ്യൻസി കുറയും. സോളാർ സെല്ലിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. അതായത് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളാർ സെല്ലിന്റെ ടെമ്പറേച്ചർ മെല്ലെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന സമയത്ത് എഫിഷ്യൻസി കുറയും എന്നുകൂടി ഓർത്ത് വെക്കുക. മറ്റൊന്നാണ് ക്ലൗഡ് കവർ. അന്തരീക്ഷത്തിൽ ഒരുപാട് മേഘാവൃതമാണെന്നുണ്ടെങ്കിൽ സോളാർ പാനലിന്റെ മേലെ കിട്ടുന്ന ലൈറ്റിന്റെ അളവ് കുറവായിരിക്കും. അത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റീജിയണൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും കേരളയിലും ഒക്കെ പവർ എന്ന് പറയുന്നത് ക്ലൗഡ് കവർ കുറയുന്നതുകൊണ്ട് വർദ്ധിക്കുന്ന ഒരു റിപ്പോർട്ടുകളും ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. ഈ ഒരു സ്റ്റഡി പ്രകാരം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം സോളാർ പവറിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെയും എയർ പൊല്യൂഷനെയും ഒക്കെ അഡ്രസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേസമയത്ത് എമിഷൻസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക, എയർ ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുവഴി സോളാർ പാനലിന്റെ എഫിഷ്യൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിനെ അവെയർ ചെയ്യുക, പബ്ലിക് പാർട്ടിസിപ്പേഷൻസ് മെച്ചപ്പെടുത്തുക, ഇലക്ട്രിക് വെഹിക്കിൾസിനെ പ്രൊമോട്ട് ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള സജഷൻസ് ആണ് പറയുന്നതായിട്ടുള്ളത്. ഇപ്പം നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്ലാൻസ് പോളിസീസിനെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു സജഷനും ഓതർ വെക്കുന്നുണ്ട്. അത് ക്ലൈമറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അടുത്തൊരു വാർത്ത ബയർ ഫ്രിഞ്ചന്റ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഈ ബയർ ഫ്രിഞ്ചന്റ് മെറ്റീരിയൽ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സാധാരണ ഒരു ലൈറ്റ് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വെള്ളത്തിൽ നിങ്ങൾ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ചിലപ്പോൾ വെള്ളത്തിന് ടച്ച് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഒരു വളവുള്ളത് പോലെ തോന്നും. ഈ തരത്തിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് മറ്റൊരു മെറ്റീരിയലിലേക്ക് ലൈറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് എയറിൽ നിന്നും ഇവിടെ നിന്ന് ലൈറ്റ്, നമ്മുടെ ഈ പ്രകാശം എന്ന് പറയുന്നത് ഇവിടെ വന്ന് തട്ടി വെള്ളത്തിൽ തിരിച്ചു വരുവാണ്. വെള്ളത്തിൽ നിന്നും നമ്മുടെ എയറിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ പാത്തിൽ ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഇതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അത് ആ മെറ്റീരിയലിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനനുസരിച്ച് വാരി ചെയ്യും എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന് എത്രമാത്രം ലൈറ്റിനെ ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ സ്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നതായിട്ടുള്ളത്. എന്നാൽ ചില മെറ്റീരിയൽസ് ഉണ്ട്, അതിനെയാണ് ബയർ ഫ്രിഞ്ചഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇവ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ നോക്കുന്നത് അതിനനുസരിച്ച് ഡിഫറെന്റ് ലെവലിലാണ് ലൈറ്റിനെ ബെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകം. പ്രത്യേകിച്ച് അതിന്റെ കാരണം വെച്ചാൽ ഇത് ഒരു മെറ്റീരിയൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇതിന്റെ ആന്തരിക ഘടനയിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഈ ഓരോ സ്ട്രക്ചേഴ്സും ഡിഫറെന്റ് രീതിയിലാണ് ലൈറ്റിനെ ബെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയത്ത് ലൈറ്റിന്റെ ബെൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊന്നാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. അത് അതിന്റെ ഇലക്ട്രിക് അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള
ഒരു അലൈൻമെന്റ് മൂലം ഉണ്ടാവുന്നതാണെന്ന് ഓർത്ത് വെക്കണം തന്നെ. അപ്പോൾ ബൈഫ്രിഞ്ചൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അത് നാച്ചുറൽ ആയിട്ട് ക്വാർട്സ് പോലുള്ള മെറ്റീരിയൽ കാണാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ഓർത്ത് വെക്കുക. ഈ മെറ്റീരിയൽസ് LCD സ്ക്രീനുകളിൽ, മെഡിക്കൽ മൈക്രോസ്കോപ്പുകളിൽ, ഒപ്റ്റിക്കൽ സ്വിച്ചസിൽ, അതുപോലെ തന്നെ വേവ് പ്ലേറ്റുകളിൽ, ഫ്രീക്വൻസി കൺവേർട്ടേഴ്സ്, ഹൈ പവർ ലേസേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ സ്ട്രെസ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പോഷർ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ബൈഫ്രിഞ്ചൻസ് ഉപയോഗിക്കാൻ പറ്റും എന്ന് കൂടി ഓർത്ത് വെക്കണതാണ്. അടുത്തൊരു വാർത്ത, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ട്രെയിൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറ്റാക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. അത് ഇന്ത്യയുടെ മേലെ ആരോപണം പാകിസ്ഥാൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്തു. അതുമായി ബന്ധ എഡിറ്റോറിയൽ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമായതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അടുത്തത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഫിലിപ്പൈൻസിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള റോഡ്രിഗോ ഡ്യൂട്ടർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ച വിഷയമാണ്. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.